ഹായ് ഡിയേഴ്സ്, വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരു കറി നമുക്കുണ്ടാക്കാം. അതിനായിട്ട് മുരിങ്ങയില ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് സാമ്പാർ പരിപ്പ് വേവിച്ച് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എടുക്കാം. 1/2 കപ്പ് തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, 1 വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, അല്പം പച്ചമുളക് എന്നിവ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിലേക്ക് വറ്റൽമുളക്, കടുക്, ചെറിയ ഉള്ളി എന്നിവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുരിങ്ങയില ചേർക്കുന്നത്. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയില ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർത്ത് മുരിങ്ങയിലയും പരിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പരിപ്പിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അരച്ചു വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എരിവിനാവശ്യമായിട്ട് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവ് അവരവരുടെ എരിവിനാവശ്യമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ കഴിക്കാവുന്നതാണ്.